إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم من ذا الذي يقرض الله قرضا حسنا فيضاعفه له أضعافا كثيرا والله يقبض ويبسط وإليه ترجعون. പ്രിയമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, റബ്ബുൽ ആലമീനായ അല്ലാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾക്ക് വിധേയരായി ജീവിതത്തിൻ്റെ സകല മേഖലകളിലും അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ രാജ്യത്ത് ഇന്ന് വളരെയധികം ചർച്ചയ്ക്ക് വിധേയമാകുന്ന ഒരു വിഷയമാണ് വഖഫ്. ഇസ്ലാമിക ലോകത്ത് തുല്യതയില്ലാത്ത ദീനിന്റെ നന്മയുടെ വലിയൊരു കോട്ടയാണ് യഥാർത്ഥത്തിൽ വഖഫ്. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം ഇന്ത്യയിൽ ഡിഫൻസിന് വേണ്ടി രജിസ്റ്റർ ചെയ്യപ്പെട്ട, അതോടൊപ്പം ഇന്ത്യ ഗവൺമെന്റ് റെയിൽവേക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്യപ്പെട്ട പ്രോപ്പർട്ടി കഴിഞ്ഞാൽ ഏറ്റവും അധികം പ്രോപ്പർട്ടി ഉള്ളത് വഖഫ് സ്വത്താണോ, വഖഫിനായി അല്ലെങ്കിൽ വഖഫായി രജിസ്റ്റർ ചെയ്യപ്പെട്ടതാണോ എന്നത് വളരെ അത്ഭുതത്തോടെയാണോ നമ്മുടെ നാട്ടിലെ ഭരണകൂടമടക്കം രേഖപ്പെടുത്തുന്നത്. എന്നാൽ മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു അറിവ് ഒരിക്കലും ഞെട്ടലുണ്ടാക്കുന്നതല്ല.
ഒരു ഉമ്മത്തിന്റെ, ഒരു സമൂഹത്തിന്റെ, ഒരു സമുദായത്തിന്റെ നന്മയുടെ അടയാളപ്പെടുത്തലാണത്. കാരണം വഖഫ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഇന്ത്യ രാജ്യത്തുള്ള ജഡ്ജിമാർ പോലും അത്ഭുതത്തോടെ അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയ ഈ ഒരു നന്മയെ ഏത് രൂപത്തിലാണ് അല്ലെങ്കിൽ ഏത് വാചകം കൊണ്ടാണ് വിശദീകരിക്കപ്പെടേണ്ടത് എന്നുപോലും അത്ഭുതപ്പെട്ടു പോയ ഒരു നന്മയാണത്. വഖഫ് എന്ന് പറയുമ്പോൾ പലപ്പോഴും ആളുകൾ കരുതുന്നത് അത് കേവലം കുറെ പള്ളികൾ മാത്രമാണ് എന്നാണ്. ഒരിക്കലുമല്ല. ഇസ്ലാമിൽ വഖഫ് എന്ന് പറയുന്നത് തന്നെ, അതിന്റെ നിർവചനം തന്നെ ഹബ്സുൽ അസ്ലി വതസ്ബീലുൽ മൻഫഅ എന്നാണ്. ഒരു വസ്തുവിനെ പിടിച്ചു നിർത്തി വതസ്ബീലുൽ മൻഫഅ, അതിന്റെ പ്രയോജനങ്ങൾ വ്യാപിപ്പിക്കുക, അതിനാണ് വഖഫ് എന്ന് പറയുന്നത്. ആ പ്രയോഗം തന്നെ വന്നത് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വാചകത്തിൽ നിന്നാണ്, വചനത്തിൽ നിന്നാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരിക്കൽ പ്രവാചകന്റെ അടുക്കൽ വന്നുകൊണ്ട് പറയുന്നുണ്ട്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നി അസബതു അർളൻ ബി ഖൈബർ ലം ഉസിബ് മാലൻ ഖത് അൻഫസ ഇൻദി മിൻഹു. ഓ റസൂലേ, എനിക്ക് ഖൈബറിൽ നിന്ന് കുറച്ച് ഭൂമി ലഭിച്ചിട്ടുണ്ട്. ഭൂമി എന്ന് പറഞ്ഞാൽ ഒരു തോട്ടമാണ്, നല്ല വരുമാനമുള്ള ഒരു തോട്ടമാണ്. വ്യക്തിപരമായി എൻ്റെ ജീവിതത്തിൽ എനിക്കുള്ള സ്വത്തിൽ ഏറ്റവും അധികം എനിക്ക് പ്രിയപ്പെട്ടത്, എനിക്ക് വരുമാനമുള്ള ഒരു സോഴ്സാണത്, സ്രോതസ്സാണത്. ഞാനത് എന്തു ചെയ്യണം? ഫമാ തഅ്മുറു ബിഹി, നബിയെ നിങ്ങൾക്ക് എന്താണ് ആ പ്രോപ്പർട്ടി വെച്ച് എന്നോട് കൽപ്പിക്കാനുള്ളത്? അങ്ങ് കൽപ്പിച്ചാലും അതുപോലെ ഞാൻ ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൻ ശിഅത ഹബസ്ത അസ്ലഹാ വതസദ്ദഖത ബിഹാ, നീ അതിന്റെ അസ്ൽ അങ്ങനെ തന്നെ നിർത്തി അതിന്റെ വരുമാനം വേണമെങ്കിൽ നിനക്ക് സ്വതക്ക ചെയ്യാം. ആ അസ്ൽ അങ്ങനെ തന്നെ നിർത്തി അതിന്റെ വരുമാനം നിനക്ക് സദഖ ചെയ്യാം. ആ സന്ദർഭത്തിൽ മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അത് അംഗീകരിക്കുകയാണ്. ഫതസദ്ദഖ ബിഹാ ഉമർ അന്നഹു ലാ യുബാഅ വലാ യൂഹബ് വലാ യൂറസ്. അദ്ദേഹം പ്രഖ്യാപിച്ചു, ഈ വസ്തു ഇനി വിൽക്കാൻ പാടില്ല, ഇത് വിൽപ്പന ചരക്കല്ല, ഇനി ഈ വസ്തു ഇനി ആരും അനന്തരമെടുക്കാനും പാടില്ല, ഇത് കടമായി നൽകാനുള്ളതുമല്ല. നേരെ മറിച്ച് വതസദ്ദഖ ബിഹാ ഫിൽ ഫുഖറാ, ദരിദ്രരായ പ്രയാസപ്പെടുന്ന ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മനുഷ്യർക്ക് സദഖയായി ഇതിന്റെ വരുമാനം വിതരണം ചെയ്യപ്പെടും. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ ജീവിതത്തിൽ അത് പ്രഖ്യാപിക്കുകയും അദ്ദേഹത്തിന്റെ ഖിലാഫത്ത് കാലഘട്ടത്തിൽ അദ്ദേഹം വിൽപത്രം എഴുതുകയും അങ്ങനെ അത് വഖഫായി പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്തു. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ഒരു വാചകമുണ്ട്, ഇൻ ശിഅത ഹബസ്ത അസ്ലഹാ, താങ്കൾക്ക് വേണമെങ്കിൽ അതിന്റെ അസ്ല്, ആ വസ്തു അതിനെ പിടിച്ചു വെക്കുകയും, എന്ന് വെച്ചാൽ അത് വിൽക്കാൻ പാടില്ല, അനന്തര സ്വത്തായി മാറ്റപ്പെടാൻ പാടില്ല, മറ്റൊരു ക്രയവിക്രയം അതിന്റെ മേൽ പാടില്ല, അത് അങ്ങനെ തന്നെ നിലനിർത്തുകയും അതിന്റെ വരുമാനം, അതിൽ നിന്ന് കിട്ടുന്നത് താങ്കൾ സദഖ ചെയ്യുക എന്ന റസൂലുള്ളാഹിയുടെ വചനത്തിൽ നിന്നാണ് വഖഫിന്റെ നിർവചനം തഅരീഫ് ഉലമാ രേഖപ്പെടുത്തിയത്. ആ തഅരീഫാണ് ഹബ്സുൽ അസ്ലി വതസ്ബീലുൽ മൻഫഅ, ഒരു വസ്തുവിനെ പിടിച്ചു നിർത്തുക, എന്നിട്ട് അതിന്റെ പ്രയോജനം അത് നാടിന്റെ നന്മക്ക്, സമൂഹത്തിന്റെ നന്മക്ക്, സമൂഹത്തിന് ഉപകരിക്കുന്ന രൂപത്തിൽ, ഉപകാരപ്പെടുന്ന രൂപത്തിൽ ഉപയോഗപ്പെടുത്തുക. പിന്നെ ആ വസ്തു ഒരാൾക്കും അനന്തരമെടുക്കാൻ കഴിയാത്ത വിധം, അത് പിന്നെ ഒരിക്കലും വിൽക്കാൻ കഴിയാത്ത വിധം സമൂഹത്തിന് ഉപകാരപ്രദമായ രൂപത്തിൽ സാമൂഹിക നന്മയ്ക്കു വേണ്ടി അള്ളാഹുവിന്റെ പേരിൽ നിലനിർത്തുന്നതിനാണ് വഖഫ് എന്ന് പറയുന്നത്.
ഇത് ലോകത്തിന്റെ ഏത് കോണിൽ ചെന്നാലും നമുക്ക് കാണാൻ കഴിയും. ലോകത്തെ ആദ്യത്തെ വഖഫ് ഏത്? പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നുണ്ട്. ആദ്യത്തെ വഖഫ് ചില ഉലമാ പറഞ്ഞു, ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൽ ലിൽ ആലമീൻ. ഭൂമിയിൽ ആദ്യമായി നിർമ്മിക്കപ്പെട്ട അല്ലാഹുവിന്റെ ഭവനം, വിശുദ്ധമായ കഅബാലയം, ഖലഖസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്നു മുതൽ ഇന്നു വരെ വഖഫ് ചെയ്യപ്പെട്ട ഇടമാണ്. അല്ലാഹുവിന്റെ മലായിക്കത്തുകളിലൂടെ സ്ഥാനം നിർണയിക്കപ്പെട്ട ഇടമാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിലൂടെയും ലോകത്ത് കഴിഞ്ഞുപോയ അമ്പിയാക്കന്മാരുടെ കരങ്ങളിലൂടെയും പരിപാലിക്കപ്പെട്ട ഇടമാണ് പരിശുദ്ധമായ കഅബാലയം. ലോകത്തെ ആദ്യത്തെ വഖഫ് അതാണ് എന്ന് അഭിപ്രായപ്പെടുന്ന പണ്ഡിതന്മാരുണ്ട്. രണ്ടാമത്തെ വഖഫാണ് ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസ്, വിശുദ്ധമായ കഅബാലയം. അതിന്റെ നിർമ്മാണത്തിന് ശേഷം 40 കൊല്ലങ്ങൾക്ക് ശേഷമാണ് ബൈത്തുൽ മുഖദ്ദസ് പണിയപ്പെടുന്നത് അല്ലെങ്കിൽ നിർമ്മിക്കപ്പെടുന്നത് എന്ന് ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചത് കാണാൻ സാധിക്കും. ആ ബൈത്തുൽ മുഖദ്ദസും നമുക്കറിയാം അമ്പിയാക്കളുടെ കരങ്ങളിലൂടെയാണ് പരിപാലിക്കപ്പെട്ടത് പോന്നത്. സുലൈമാൻ നബിയിലൂടെ, ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിലൂടെ, അതുപോലെ യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിലൂടെ, ഇബ്രാഹിം നബിയിലൂടെ, അങ്ങനെ അമ്പിയാക്കന്മാരിലൂടെയും ആ വഖഫ് പരിപാലിക്കപ്പെട്ടു പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ചില ഉലമാ പറഞ്ഞു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയാണ് വഖഫ് എന്ന് പറയുന്ന സംവിധാനം അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ നടപ്പാക്കപ്പെട്ടത് എന്ന് വിശദീകരിക്കുന്ന ഉലമാഇനെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലെ ആദ്യത്തെ വഖഫ് ഏത് എന്നുള്ള കാര്യത്തിൽ നിരവധി ചർച്ചകൾ കാണാൻ സാധിക്കും. അതിൽ ചില ഉലമാ പറഞ്ഞു, ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം നടത്തിയ ഈ വഖഫ് ഉണ്ടല്ലോ, ഖൈബറിലെ അദ്ദേഹത്തിന്റെ സ്വത്ത്, ആ ഖൈബറിലെ അദ്ദേഹത്തിന്റെ ആ സ്വത്താണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലെ ആദ്യത്തെ വഖഫ് എന്ന് ചില പണ്ഡിതന്മാർ പറയുമ്പോ മറ്റു ചില പണ്ഡിതന്മാർ പറയുന്നു അല്ല, മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ വഖഫുകളാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ വഖഫിനെ സംബന്ധിച്ച് നമുക്കറിയാം, നിരവധി വഖഫുകൾ ചെയ്ത മനുഷ്യനാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. വിശുദ്ധ ഖുർആനിൽ പോലും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് സൂചിപ്പിച്ച് പറഞ്ഞ വാചകം, അല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹി ثم لا يتبعون ما أنفقوا منا ولا أذى لهم أجرهم عند ربهم ولا خوف عليهم ولا هم يحزنون. വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ്, അല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ സ്വന്തം സമ്പത്ത് ചെലവഴിക്കുന്നവർ, സ്വന്തം പണം അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ചെലവഴിക്കുന്നവർ, ثم لا يتبعون ما أنفقوا منا ولا أذى, അങ്ങനെ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ എന്തെങ്കിലും ചെലവഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് എടുത്തു പറഞ്ഞിട്ട് അല്ലെങ്കിൽ അത് മറ്റേതെങ്കിലും ഉപദ്രവകരമായ വാക്കുകൾ കൊണ്ട് അതിന് പിന്നാലെ അവർ തുടർന്നു വരില്ല. എടുത്തു പറഞ്ഞ് മന്നൻ വല അതൻ, കുത്തുവാക്കുകൾ പറഞ്ഞല്ലെങ്കിൽ എടുത്തു പറഞ്ഞ് ഞാനത് ചെയ്തില്ല ഇത് ചെയ്തില്ലേ എന്ന് പറഞ്ഞിങ്ങനെ അതിന്റെ പിന്നാലെ ഒരു കൂടൂല. നേരെ മറിച്ച് അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ അവർ ചെലവഴിക്കുന്നു. അത് എടുത്തു പറയുന്നില്ല, അതുകൊണ്ട് അവർ മികവ് പറയുന്നില്ല, അതിന്റെ പൊങ്ങച്ചം അവർ കാട്ടുന്നില്ല. റബ്ബിന് കൊടുത്തതാണ്, അല്ലാഹുവിനെ ഏൽപ്പിച്ചു പോന്നതാണ്. അങ്ങനെയുള്ള ആളുകൾ ലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് അവർ റബ്ബിന്റെ അടുക്കൽ ഉന്നതമായ പ്രതിഫലമുണ്ട്, അവർ ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല, അവർ ക്ലേശിക്കേണ്ടതുമില്ല. ഈ ആയത്ത് വിശദീകരിക്കുന്ന പണ്ഡിതന്മാർ മുഫസ്സിറുകൾ പറയുന്നത് കാണാൻ കഴിയും, നസലത്തിൽ ആയത്തു ഫീ ഉസ്മാന വ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്. ഈ ആയത്ത് അവതരിച്ചത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ പേരിലാണ്. ഇത് അടിവരയിട്ട് മനസ്സിലാക്കണം. ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾ വായിച്ചു പോകണം. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ തെറി പറയുന്ന ശിയാക്കൾ രൂപപ്പെടുകയാണെന്ന്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ അങ്ങേറ്റം മോശമായി ചിത്രീകരിക്കുന്ന ശീവാദികൾ നമ്മുടെ നാട്ടിൽ രൂപപ്പെടുകയാണ് പല ഗ്യാങ്ങുകളിലായി. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ സ്വജനപക്ഷപാതിയായും അതുപോലെ തന്നെ കരിഞ്ചന്ത നടത്തിയവനായും അപ്രകാരം തന്നെ ഇസ്ലാമിക ലോകത്ത് ഒരുപാട് ദുരന്തങ്ങൾ വരുത്തിവെച്ചവനായും മഹാനായ ഇസ്ലാമിക ലോകത്തെ
മൂന്നാം ഖലീഫയായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ ചിത്രീകരിച്ച് മോശപ്പെടുത്തുന്ന ചിത്രവധം നടത്തുന്ന ആളുകൾ നമുക്കിടയിലുണ്ട്. മുഅ്മിനുകൾ മനസ്സിൽ കുറിച്ചിട്ടേക്കണം. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 262 ആയത്ത്. ഈ ആളുകൾ, ഈ ശിഈകൾ പറിച്ചു കീറുന്ന ഉസ്മാൻ അല്ല യഥാർത്ഥ ഉസ്മാൻ. അല്ലാഹു പുകഴ്ത്തിയ മഹാനാണ്. വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ കൊണ്ട് അല്ലാഹു പുകഴ്ത്തിയ മഹാനാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ദുന്നൂറൈൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 പെൺമക്കളെ ഒരാളുടെ മരണശേഷം ഒരാൾ എന്ന നിലയിൽ വിവാഹം കഴിക്കാൻ ഭാഗ്യം സിദ്ധിച്ച ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ആ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഖുർആൻ പറയാണ്, അല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹ്. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ചെലവഴിക്കുന്നു അദ്ദേഹം. പക്ഷെ എടുത്തു പറയുന്നില്ല. ഞാൻ അത്ര തന്നില്ല എന്ന് ചോദിക്കുന്നില്ല. ഞാൻ എത്രയാ സംഭാവന ചെയ്തതെന്ന് പറയുന്നില്ല. പോസ്റ്റർ അടിച്ചിട്ട് റോഡുമേ ഒട്ടിക്കുന്നില്ല. നേരെ മറിച്ച് അല്ലാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി കൊടുത്തവർ, അല്ലാഹു പറയാണ്, ലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അവർക്ക് അല്ലാഹുവിന്റെ അടുക്കൽ ഉന്നതമായ പ്രതിഫലമുണ്ട് കേട്ടോ. എന്തേ ഇത് പറയാൻ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ കടന്നു വരുമ്പോ അവിടെ റൂമ കിണറുണ്ടായിരുന്നു. റൂമ എന്ന് പേരുള്ള ഒരു ജൂതന്റെ പേരുള്ള ഒരു കിണർ, റൂമ കിണർ എന്ന പേരാണ് അത് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ പേരിൽ തന്നെയാണ് ആ കിണറും അറിയപ്പെടുന്നത്. വിശ്വാസികളായ ആളുകൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോ അവിടെ ജലക്ഷാമം ഉണ്ടായ വേളയിൽ ഇയാളൊരു പ്രത്യേക വേലി കെട്ടി തിരിച്ചു. എന്നിട്ട് അവിടെ നിന്ന് ഒരു തുകൽ പാത്രം വെള്ളം വേണമെങ്കിൽ ഇത്ര ഗോതമ്പ് പകരം കൊടുക്കണം, അത്ര വില നൽകണം എന്ന് ഒരു തോത് നിശ്ചയിച്ച് വിശ്വാസികളായ ആളുകളെ പ്രയാസപ്പെടുത്തി. അത് കൊടുക്കാനില്ലാത്ത മനുഷ്യർ വിഷമിച്ചു. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ആ സമൂഹത്തെ നോക്കി വിളിച്ചു പറഞ്ഞത്, നിങ്ങളിൽ ആരുണ്ട് ഈ കിണർ വാങ്ങി പൊതുസ്വത്തായി ദാനം ചെയ്യാൻ ആരുണ്ട്? അവന് അല്ലാഹുവിന്റെ അടുക്കൽ സ്വർഗമുണ്ട്. ആ കിണറിൽ നിന്ന് എനിക്ക് ഒരു പ്രാവശ്യം എന്റെ ഒരു തുകൽ പാത്രത്തിൽ വെള്ളമെടുക്കാൻ അവകാശം കിട്ടിയാൽ മതി. അതുപോലെ ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകൾക്കും വെള്ളം കോരാൻ അവകാശം കിട്ടുന്ന രൂപത്തിൽ ഇത് വാങ്ങിയിട്ട് ഈ പിശുക്കനായ ജൂതന്റെ കയ്യിൽ നിന്ന് വാങ്ങി ദാനം ചെയ്യാൻ ആരുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോ അവിടെ ഒരാൾ കൈപൊക്കി നിന്നു. അനയാ റസൂലല്ലാഹ്. നോക്കുമ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആ റൂമ എന്ന് പേരുള്ള ജൂതന്റെ അടുക്കൽ ചെന്നിട്ട് ചോദിച്ചു, എത്ര തരണം ഞാൻ ഈ കിണറിന്? അയാൾ എടുത്താൽ പൊങ്ങാത്ത വിലയാ പറഞ്ഞത്. 35,000 ദിർഹം. 35,000 ദിർഹം എന്ന് വെച്ചാൽ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് 35,000 വെള്ളി നാണയം തന്നാലേ ഞാൻ ഇത് തരൂ എന്ന് പറഞ്ഞപ്പോ മടിച്ചു നിൽക്കാതെ മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു റൊക്കം വില 35,000 ദിർഹം വാങ്ങി പൊതുസ്വത്തായി പ്രഖ്യാപിച്ചു. ആ കിണർ പൊതുസ്വത്തായി പ്രഖ്യാപിച്ചു. ഇതാണ് ഇസ്ലാമിക ലോകത്ത് ഒന്നാമത്തെ വഖഫ് എന്ന് പറയുന്ന ഉലമാനെ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ നിങ്ങോട്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഇത്തരത്തിൽ വഖഫുകളുടെ നീണ്ട നിര തന്നെ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തബൂക്കിലേക്ക് പോകുമ്പോ 1000 ഒട്ടകങ്ങളെയാണ് മഹാനായ ഉസ്മാൻ അഫ്ഫാൻ വഖഫ് ചെയ്തത്. 1000 ഒട്ടകം എന്ന് പറഞ്ഞാൽ വെറും ഒട്ടകമല്ല. ആ ഒട്ടകത്തിന് വഹിക്കാൻ 1000 ഒട്ടകങ്ങൾക്ക് വഹിക്കാൻ കഴിയുന്ന സാമഗ്രികളും വഖഫ് ചെയ്യുകയാണ്. മാത്രമല്ല 1000 ദീനാർ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അതോടൊപ്പം വഖഫ് ചെയ്യുകയാണ്. അത് കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 2 കരങ്ങളും ഉയർത്തി എന്നിട്ട് പറഞ്ഞു, യാ റബ്ബ് ഉസ്മാൻ റളീതു അൻഹു ഫർള അൻഹു. അല്ലാഹുവേ, ഈ ഉസ്മാനെ കൊണ്ട് ഞങ്ങൾ തൃപ്തിപ്പെട്ടു, ഞാൻ തൃപ്തിപ്പെട്ടു. അല്ലാഹ്, നീയും ഈ ഉസ്മാനിൽ തൃപ്തിപ്പെടണേ എന്ന് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്യുകയാണ്. വഖഫിന്റെ കഥ അവിടെ തുടരുകയാണ്. അവിടുന്ന് തുടങ്ങുകയാണ് വഖഫിന്റെ കഥ. നിങ്ങൾ മനസ്സിലാക്കണം, എങ്ങനെയാണ് ഒരു വഖഫ് എന്ന് പറയുമ്പോൾ അത് വലിയ ഒരു സ്വത്തായി രൂപാന്തരപ്പെടാതിരിക്കുന്നത്. കാരണം ഒരു സംഘം മനുഷ്യരുണ്ട്, ഒരു സംഘം ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ വില കൽപ്പിച്ചത് ദുനിയാവിലല്ല. പലപ്പോഴും ദുനിയാവിന്റെ ആളുകൾ, മോഡേണിസ്റ്റുകൾ, ഭൗതികവാദികൾ അവർ ജീവിക്കുന്ന ചുറ്റുപാടുകൾക്ക് വില കാണുമ്പോ, ഭൗതിക ലോകത്തിന് വില കണ്ടപ്പോ അതിനിടയിൽ കുറെ മനുഷ്യർ ജീവിച്ചിട്ടുണ്ട്. അവർ വില കണ്ടത് ദുനിയാവിലല്ല. ബൽ തുഅ്സിറൂനൽ ഹയാത്തദ് ദുനിയാ വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖാ ഇന്ന ഹാദാ ലഫിസ് സുഹുഫിൽ ഊലാ സുഹുഫി ഇബ്രാഹീമ വമൂസാ.
അബ്രഹാം പ്രവാചകന്റെ ഏടുകളിൽ രേഖപ്പെടുത്തിയ, മോസസ് പ്രവാചകന്റെ മൂസാ നബിയുടെ ഏടുകളിൽ രേഖപ്പെടുത്തിയ, ലോകത്ത് കഴിഞ്ഞുപോയ അമ്പിയാക്കൾ മനുഷ്യ സമൂഹത്തെ പറഞ്ഞു പഠിപ്പിച്ച അടിസ്ഥാനപരമായ ആശയം, ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ, നിങ്ങൾ ഈ ഭൗതികവാദികൾ ദുനിയാവ് കണ്ടവർ, ദുനിയാവ് മാത്രം കണ്ടവർ, ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ, നിങ്ങൾ ഐഹിക ലോകത്തിനാണ് വില കാണുന്നത്. നിങ്ങൾ അമിതമായ പ്രാധാന്യം കാണുന്നത് ദുനിയാവിലെ ബിസിനസ്സുകൾക്കും ദുനിയാവിലെ നേട്ടങ്ങൾക്കും ദുനിയാവിലെ എസ്റ്റേറ്റുകൾക്കുമാണെങ്കിൽ വൽ ആഖിറത്തു ഖൈറുൻ വ അബ്ഖാ, താൽക്കാലികമായ ദുനിയാവ് വിട്ട് മണ്ണടിഞ്ഞിട്ട് കടന്നു ചെല്ലുന്ന ഒരു ലോകമുണ്ട്, അത് ആഖിറത്താണ്, മറുലോകമാണ്. അവിടെയാണ് എന്നെന്നും ബാക്കിയാകുന്ന സമ്പത്തുള്ളത്, അവിടെയാണ് ഏറ്റവും ഖൈറായതെന്നും ബാക്കിയാകുന്നത്, എന്നും നിലനിൽക്കുന്നതുള്ളത്. വൽ ആഖിറത്തു ഖൈറുൻ വ അബ്ഖാ. ഈ ഒരു സന്ദേശത്തെ സ്വീകരിച്ച മനുഷ്യർ, ആ മനുഷ്യരോട് റബ്ബ് പറഞ്ഞത്, മൻ ദല്ലദീ യുഖ്രിദുല്ലാഹ ഖർളൻ ഹസനാ ഫയുളാഇഫഹു ലഹു അൽആഫൻ കസീറാ വല്ലാഹു യഖ്ബിളു വയബ്സുതു വഇലൈഹി തുർജഊൻ. മൻ ദല്ലദീ യുഖ്രിദുല്ലാഹ ഖർളൻ ഹസനാ, ആരാണ് അല്ലാഹുവിന് നല്ല കടം കൊടുക്കാനുള്ളത്? മൻ ദല്ലദീ യുഖ്രിദുല്ലാഹ ഖർളൻ ഹസനാ, ആരാണ് അല്ലാഹുവിന് ഏറ്റവും നല്ല കടം കൊടുക്കാനുള്ളത്? ഫയുളാഇഫഹു ലഹു അൽആഫൻ കസീറാ, അല്ലാഹു ഇരട്ടിക്കരട്ടിയായി തിരിച്ചു തരും. വെറുതെയല്ല കടം, അല്ലാഹു നിങ്ങൾക്ക് ഇരട്ടിക്കരട്ടിയായി തിരിച്ചു തരും. ആ നിലയിൽ അല്ലാഹുവിന് കടം കൊടുക്കാൻ ആരുണ്ട്? ഈ ആയത്ത് അങ്ങോട്ട് അവതരിക്കുമ്പോ നമുക്കറിയാം, സ്വഹാബത്ത് പറയാണ്, സ്വഹാബത്ത് വിശദീകരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് സ്വഹാബത്ത് ഓടി വരികയാണ്. മഹാനായ അബൂദഹ്ദാഹ് കടന്നു വന്നിട്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നല്ലാഹ തആല യുരീദു മിന്നൽ ഖർദ്, അല്ലാഹു ഞങ്ങളിൽ നിന്ന് കടം ആഗ്രഹിക്കുന്നുവോ? ഞങ്ങളിൽ നിന്ന് അല്ലാഹു കടം ആഗ്രഹിക്കുന്നുവോ? ചോദിക്കുകയാണ് റസൂലുള്ളാഹിയോട്. എന്നാൽ അല്ലാഹുവിന് അതിന് ആവശ്യമില്ലല്ലോ, റബ്ബിന് അതിന് ആവശ്യമില്ലല്ലോ. ഇന്നല്ലാഹ യസ്തഖിറുനാ വഹുവ ഗനിയ്യുൻ അനിൽ ഖർദ്, കടം ആവശ്യമില്ലാതെ വെറുതെ റബ്ബ് കടം ചോദിക്കുകയോ ഞങ്ങളിൽ നിന്ന്? നബി പറഞ്ഞു, നഅം, നഅം, അതെ, യുരീദു അയുദ്ഖിലകുമുൽ ജന്നത ബിഹി, കാരണം ആ രൂപത്തിൽ നിങ്ങൾ ചെയ്താൽ അല്ലാഹു നിങ്ങൾക്ക് സ്വർഗം തരാൻ ഉദ്ദേശിച്ചുള്ള റബ്ബിന്റെ ചോദ്യമാണത്. നിങ്ങൾ അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് സ്വർഗം തരാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള റബ്ബിന്റെ ചോദ്യമാണ് അത് എന്ന് പറയുമ്പോ അബൂദഹ്ദാ റളിയല്ലാഹു അൻഹു പറയാണ്, ഫഇന്നി ഇൻ അഖ്റൽതു റബ്ബി ഖർളൻ യൽമനു ലീ ബിഹി വലി സുബിയതി അദ്ദഹ്ദാഹ മഇ അൽ ജന്ന, എൻ്റെ മക്കൾക്കും എനിക്കും അല്ലാഹു അതിന് പകരമായി സ്വർഗം തരുമോ? ഞാൻ അങ്ങനെ റബ്ബിന് കടം കൊടുത്താൽ എനിക്ക് മാത്രമല്ല എൻ്റെ മക്കളുമുണ്ട്, എൻ്റെ മക്കൾക്കും റബ്ബ് സ്വർഗം തരുമോ? റസൂല് പറഞ്ഞു, നഅം, തീർച്ചയായും. ഉടൻ തന്നെ ആ സ്വഹാബി അബൂദഹ്ദാ റസൂലുള്ളാഹിയോട് പറഞ്ഞത്, നബിയെ, നിങ്ങൾ നിങ്ങളുടെ കൈയൊന്ന് നീട്ടിക്കേ, പ്രവാചക അങ്ങയുടെ കൈയൊന്ന് നീട്ടിക്കേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈ നീട്ടി. പ്രവാചകന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, ഇന്നലി ഹദീഖതൈൻ ഇഹ്ദാഹുമാ ബിസ്സാഫില വൽ ഉഖറാ ബിൽ ആലിയ വല്ലാഹി ലാ അംലികു ഗൈറഹുമാ ഖദ് ജഅൽതുഹുമാ ഖർളൻ ലില്ലാഹി തആല. എനിക്ക് രണ്ട് തോട്ടമുണ്ട്, ഒന്നാ ഉയർന്ന ഭാഗത്തുള്ള തോട്ടം, രണ്ട് താഴ്ന്ന ഭാഗത്തുള്ള തോട്ടം. ഇത് രണ്ടുമല്ലാതെ അബൂദഹ്ദാഇന് വേറെ സമ്പത്തൊന്നുമില്ല. ഇത് രണ്ടും ഞാൻ അല്ലാഹുവിന് കടം കൊടുത്തിരിക്കുന്നു, നിങ്ങളത് സ്വീകരിക്കണം. ആ അബൂദഹ്ദാ റളിയല്ലാഹു അൻഹു വഖഫ് ചെയ്യാണ്. അബൂദഹ്ദാഇന്റെ വഖഫാണത്. ഇതാ ആ രണ്ട് തോട്ടങ്ങളും നിങ്ങൾക്കാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈ പിടിച്ചത് ഏൽപ്പിച്ചു കൊടുത്തപ്പോ നബി അദ്ദേഹത്തോട് പറഞ്ഞു, ഒന്ന് കൊടുത്താൽ മതി, രണ്ടും വേണ്ട. അദ്ദേഹം പറഞ്ഞു, ഇല്ല, രണ്ടും പകരം എനിക്ക് വേണ്ടത് എൻ്റെ കുടുംബത്തിനും എനിക്കും സ്വർഗമാണ്. മാത്രമല്ല അതങ്ങ് കൊടുത്തിട്ട് അദ്ദേഹം ഉറക്കെ പാടുകയാണ്, ഹദാകി റബ്ബി സുബ്ലർ റശാദി ഇലാ സബീലിൽ ഖൈരി വസ്സദാദി ബിനി മിനൽ ഹായിതി ബിൽ ബിദാദി ഫഖദ് മലാ ഖർളൻ ഇല തനാദി. അദ്ദേഹം ഉറക്കെ പാടുകയാണ്, ഞാൻ എൻ്റെ റബ്ബിന് ഈ ഹൈറിന്റെ മാർഗത്തിൽ കടം കൊടുത്തു കഴിഞ്ഞു. ആ മതിൽക്കെട്ടിന്റെ ഇടയിൽ 600 ഈത്തപ്പനകളുണ്ട്.
600 ഈത്തപ്പനകൾ കായ്കൾ തരുന്ന വാർഷിക വരുമാനം എനിക്ക് തരുന്ന എന്റെ ഇംഗമായ ആ തോട്ടം അല്ലാഹുവിന്റെ മാർഗത്തിൽ ഞാനിതാ കൊടുത്തു. അഖറൽതുല്ലാഹ അലാ ഇതീമാദി ബിത്തൗഇല മന്നിൻ വലർതീദാദി. ഇത് എടുത്തു പറയാനൊന്നുമില്ല, ഇതൊരു വലിയ സംഭവമായിട്ടൊന്നും ഞാൻ എടുത്തു പറയുന്നില്ല. ഇത് എന്റെ റബ്ബിന് ഞാൻ കൊടുത്ത കടമാണ്. അങ്ങനെ ഇത് പറഞ്ഞ് നേരെ അദ്ദേഹം കടന്നു ചെല്ലുന്നു. എങ്ങോട്ടാണ്? തോട്ടത്തിലേക്ക്. തോട്ടത്തിൽ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും ആ തോട്ടത്തിൽ ഇരിക്കണം. അവിടുന്ന് ഈത്തപ്പഴങ്ങൾ പെറുക്കി അത് കഴിച്ചു നടക്കണ മക്കള്. ഭാര്യ ആ ഈത്തപ്പഴ തോട്ടത്തിൽ ഇരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ മഹാനായ അബൂ ദഹ്ദാ റളിയല്ലാഹു അൻഹു അവിടെ ചെന്നിങ്ങനെ വിളിച്ചു പറയാണ്, ഇനി നമുക്കിവിടെ ഓഹരിയില്ല, ഇതിന് നമ്മുടേതല്ല, ഇത് റബ്ബിൻ്റെതാണ്, അല്ലാഹുവിന് വിറ്റു കളഞ്ഞതാണ്, റബ്ബിന് കടം കൊടുത്തു കളഞ്ഞതാണ്, ഇനി നമുക്കിവിടെ അവകാശമില്ല, ഇനി നമുക്കിവിടെ ഒന്നുമില്ല എന്ന് വിളിച്ചു പറയുമ്പോ ആ പെണ്ണിന്റെ മുഖം ചുവന്നില്ല, അവർ കോപാകുലയായില്ല. ആ സഹാബ വനിത എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് അവര് പറഞ്ഞു, റബിഹ ബൈഉക്, അല്ലാഹ്ക്കാണോ കടം കൊടുത്തത്? നിങ്ങളുടെ കച്ചവടം വിജയിച്ചു, ബാറക്കല്ലാഹു ലക് ഫീമ ഇശ്തറൈത്, നിങ്ങളുടെ ഈ ബിസിനസ്സിൽ, നിങ്ങളുടെ ഈ കച്ചവടത്തിൽ അല്ലാഹു അനുഗ്രഹം ചൊരിയട്ടെ, റബ്ബ് ബർക്കത്ത് ചൊരിയട്ടെ. ആ സന്ദർഭത്തിൽ അബൂ ദഹ്ദാ ഇങ്ങനെ പാടി, ഹദാകി റബ്ബി സുബലർ റശാദി ഇലാ സബീലിൽ ഖൈരി വസ്സാദാദി. വീണ്ടും അദ്ദേഹം ഇങ്ങനെ ഉറക്കെ പാടുകയാണ്, ഇതുകൊണ്ട് റബ്ബ് തരും. ഇല്ലാ റജാ അൽഫി ഫിൽ മാഅദി ഫർതഹിലി ബിൻ നഫ്സി വൽ ഔലാദി. മക്കളെ പിടിച്ച് പുറത്തേക്ക് പോയിക്കോ, കുടുംബത്തെ പിടിച്ച് പുറത്തേക്ക് പോയിക്കോ, ഇതിന് റബ്ബിൻ്റെതാണ് എന്നവർ വിളിച്ചു പറയുമ്പോ ആ ഭർത്താവിനൊപ്പം ആ ഭാര്യയും പാടുകയാണ്, ബശറകല്ലാഹു ബിഖൈരിൻ വഫറഹ് മിസ്ലുക അദ്ദാ മാ ലദൈഹി വനസഹ്. അല്ലാഹു നിങ്ങൾക്ക് എല്ലാവിധ ഖൈറും ചൊരിയട്ടെ, ഈ നന്മ ചെയ്തതിന്റെ പേരിൽ അല്ലാഹു നിങ്ങൾക്ക് സർവ്വ ഖൈറും ചൊരിഞ്ഞു തരട്ടെ എന്ന് ആ ഭാര്യ ഭർത്താവിനെ ആശ്ലേഷിക്കുകയാണ്. ഇത് കടങ്കഥ പറയല്ല, ഇത് കടങ്കഥ പറയല്ല, ഇത് കെട്ടുകഥ പറയല്ല. ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും അധികം വഖഫ് ഭൂമി ഉണ്ടെന്ന് ചൂണ്ടിയിട്ട് അത്ഭുതപ്പെടുന്നില്ല ഇന്ന്. ഇത് മനുഷ്യർ കൊടുത്തതാണ്, മനസ്സുള്ള മനുഷ്യർ കൊടുത്തതാണ്, അള്ളാഹുവിനെ കണ്ട മനുഷ്യർ കൊടുത്തതാണ്. ഇന്ത്യൻ റെയിൽവേ കഴിഞ്ഞാൽ, ഇന്ത്യൻ മിലിറ്ററി കഴിഞ്ഞാൽ ഇത്രയും അധികം ഭൂസ്വത്ത് നാടിന്റെ നന്മക്ക് ആരാണോ കൊടുത്തതെന്ന് ചോദിക്കുന്നില്ലേ? അള്ളാഹുവിനെ കണ്ടു ജീവിച്ച മനുഷ്യരുടെ ഉണ്ട്. അവരുടെ സമ്പത്തിൽ നിന്ന്, അവരുടെ വിയർപ്പിൽ നിന്ന് അവർ ദാനം ചെയ്തതാണ്. അത് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തിയെടുത്ത മനസ്സിന്റെ ഉടമകളാണ്. കാര്യം അവർക്കറിയാം, വരുന്ന ലോകത്ത് റബ്ബിന് കൊടുത്ത് കടം ചെല്ലുന്ന ആ മനുഷ്യർക്ക് അല്ലാഹു ഒരുക്കുന്ന വിരുന്നുണ്ട്. ആ വിരുന്നിന് വേണ്ടി, നാടിന് നമുക്ക് വേണ്ടി വിശന്നൊട്ടിയ ആ വയറ് നിറക്കുന്നതിന് ഹദിയ ചെയ്തവർ, വഖഫ് ചെയ്തവർ, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ഈ ഭൂമിയിൽ, റബ്ബിന്റെ ഭൂമിയിൽ അള്ളാഹുവിന്റെ ഭവനങ്ങൾ നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ച് വഖഫ് ചെയ്തവർ, ഇവിടെയുള്ള മനുഷ്യർ പഠിച്ചു വളരുന്ന സ്ഥാപനം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച് വഖഫ് ചെയ്തവർ, അവരുടെ ചോരയും നീരും അവര് വിയർപ്പാക്കി അങ്ങനെ സമ്പാദിച്ച സമ്പത്ത് മറ്റാർക്കുമില്ല, അത് റബ്ബിനാണ് എന്ന് പറഞ്ഞ് മാറ്റിവെച്ച സമ്പത്താണ് ഈ കാണുന്ന വഖഫ് സ്വത്തുക്കൾ. അതൊരു നന്മയുടെ മനസ്സ്, ഹൃദയം. ആ ഹൃദയമുള്ള മനുഷ്യരിലൂടെ ലോകത്തിന് കിട്ടിയ നന്മയാണെന്ന് മനസ്സിലാക്കണം. അത് ഇന്ത്യ രാജ്യത്ത് മാത്രമല്ല, ലോകത്ത് എവിടെ ചെന്നാലും, സൗദി അറേബ്യയിൽ ചെന്നാലും ചില ആളുകൾ ഇതൊന്നും മുസ്ലിം രാജ്യങ്ങളിൽ. ആരാ പറഞ്ഞത്? ഒരു മന്ത്രാലയം തന്നെ ഉണ്ടാകും, ഔഖാഫ്. വിദേശങ്ങളിൽ പോയ ആളുകൾക്കറിയാം, സൗദി അറേബ്യയിൽ പോയ ആളുകൾക്കറിയാം, യുഎഇയിൽ പോയ ആളുകൾക്കറിയാം ഔഖാഫ്. എന്താണ് ഈ ഔഖാഫ് എന്ന് പറഞ്ഞാൽ? വഖഫ് ചെയ്യപ്പെട്ട കാര്യങ്ങൾ, ആ കാര്യങ്ങൾ നോക്കി നടത്തുന്നതിനുള്ള മന്ത്രാലയം. അതിൽ വസീറുണ്ടാകും, മന്ത്രി ഉണ്ടാകും, വസീറുൽ ഔഖാഫ്, വഖഫ് വകുപ്പ് മന്ത്രി ഉണ്ടാകും. മുസ്ലിം രാജ്യങ്ങളിൽ ലോകത്തെവിടെ ചെന്നാലും ഈ വഖഫ് സ്വത്ത് കാണാൻ കഴിയും. അത് നന്മ നിറഞ്ഞ മനസ്സിന്റെ ഉടമകളെ വാർത്തെടുത്ത മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രൂപപ്പെടുത്തിയ ഒരു വലിയ സംവിധാനമാണ്. അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല. അതുകൊണ്ട് വളരെ കൃത്യമായി നമ്മൾ ഇതിനെ മനസ്സിലാക്കണം, നമ്മൾ ഉൾക്കൊള്ളണം. നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരിടത്ത് ഒരു സെന്റ് ഭൂമിയെങ്കിലും അല്ലെങ്കിൽ ഒരു കാലടി വെക്കാൻ ഒരിടമെങ്കിലും വഖഫ് ചെയ്തിടാൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലയിൽ ജീവിതത്തിന്റെ ഏറ്റവും ജാരിയായ അമൽ, ഒരിക്കലും ഒടുങ്ങിപ്പോകാത്ത അമൽ,
തുടർച്ചയായി നമ്മുടെ ഖബറിലേക്ക് എത്തുന്ന ഒരു അമൽ, ഒരു സദഖ എന്ന നിലയിൽ ആ വഖഫിനെ കണ്ട് മനസ്സിലാക്കി ഉൾക്കൊണ്ട് ജീവിതത്തിൽ ഒരു വഖഫെങ്കിലും നിർവഹിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുഅ്മിനീൻ വൽമുസ്ലിമീന അജ്മഈൻ വസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. إن الحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد. അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിച്ച് തഖ്വയോടെ ജീവിച്ച് മരിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് വഖഫുമായി ബന്ധപ്പെട്ട കുറച്ചു കാര്യങ്ങൾ അടുത്ത ഖുത്ബകളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അള്ളാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് വളരെ പ്രാധാന്യത്തോടെ സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ അയൽവാസി ഈ മസ്ജിദിൻ്റെ ഓരത്ത് ജീവിക്കുകയും നിരവധി നന്മകൾ ഈ സ്ഥാപനത്തിന് നൽകുകയും ചെയ്ത ബഹുമാന്യ വ്യക്തിത്വം നമ്മിൽ നിന്ന് വിട്ടു പറഞ്ഞു. കരീം സാഹിബ് നമ്മളെല്ലാവരും അറിഞ്ഞു. അദ്ദേഹം ഈ സമയത്ത് അള്ളാഹുവിൻ്റെ അലംഘനീയമായ വിളിക്ക് വിധേയരായി മരണം വരിച്ച് ഖബറിൽ അദ്ദേഹത്തിന്റെ ബർസഖി ജീവിതം ആരംഭിച്ചു കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മുടെ സഹോദരൻ നമ്മളോടൊപ്പം ജീവിച്ച വ്യക്തി സ്വാഭാവികമായും മനുഷ്യനാണ്. ഏതെങ്കിലും തരത്തിൽ വല്ല കുറവുകളോ കുറ്റങ്ങളോ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ റബ്ബ് സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ തങ്ങൾക്ക് സംഭവിച്ചതിൽ ക്ഷമിക്കുവാനും കൂടുതൽ കൂടുതൽ അദ്ദേഹത്തിന്റെ ആ നന്മകൾ സമൂഹത്തിൽ നിലനിർത്തുവാനുള്ള തൗഫീഖ് തന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാവർക്കും മരണം എന്നുള്ളത് വലിയ പാഠമാണ്, വലിയൊരു സന്ദേശമാണ്. നമ്മുടെ കൂടെ ജീവിച്ച പല ആളുകളും നമ്മളോടൊപ്പമില്ല. നമ്മൾ ഭൂമിക്ക് മുകളിൽ ജീവിക്കുമ്പോൾ അവർ ഭൂമിക്കടിയിലാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ അവരെ മറന്നുപോകും, വിസ്മരിച്ചു പോകും. യാഥാർത്ഥ്യം അല്ലെങ്കിൽ മരിക്കും എന്ന ബോധം നമ്മുടെ മനസ്സിൽ നിന്ന് എടുത്തു മാറ്റപ്പെടും. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ആവർത്തിക്കുന്നത്, നിങ്ങൾ മരിക്കും മരിക്കും മരിക്കും. ഖുർആൻ പലയിടങ്ങളിലും ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കും. എല്ലാവർക്കും അറിയും മരിക്കും. ഈ അറിയുന്ന കാര്യത്തെ ഓർമ്മിപ്പിക്കേണ്ടതുണ്ടോ? എല്ലാവർക്കും അറിയാൻ മരിക്കും. പക്ഷെ ഖുർആൻ ആവർത്തിക്കും, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എല്ലാവരും മരിക്കും എന്ന് ഖുർആൻ ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നത് കാണാൻ സാധിക്കും. മാത്രമല്ല, ഐനമാ കുന്തും തുരിക്കുമുൽ മൗത്ത്, നിങ്ങൾ എവിടെയായിരുന്നാലും മരിക്കും. വലകുന്തും ഫീ ബുറൂജിൻ മുശയ്യദ, കെട്ടിയടക്കപ്പെട്ട ഒരു കോട്ടക്കുള്ളിൽ പോയി നിങ്ങൾ ഒളിച്ചിരുന്നാലും നിങ്ങൾ മരിക്കും. ഇങ്ങനെ ഖുർആൻ ഇങ്ങനെ മരിക്കും മരിക്കും എന്നിങ്ങനെ ആവർത്തിക്കുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു പാഠമാണ്. ഒരു മനുഷ്യന് മരണം തന്നെ മതി നല്ല വാഇലായി എന്നാണ്. ആ ഒരു മരണം നമുക്ക് വന്നെത്തുമെങ്കിൽ പിന്നെ നമുക്ക് അമലിന് സാധ്യതയില്ല. ജീവിതത്തിൽ പിന്നെ അമലുകൾക്ക് സാധ്യതയില്ല. പിന്നെ ഒരിക്കൽ കൂടി മടങ്ങി വന്ന് പ്രവർത്തിക്കാൻ അവസരമില്ല. ഒരിക്കൽ കൂടി ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ അവസരമില്ല. എങ്കിൽ നമ്മൾ മരിച്ചാലും നമ്മുടെ ഖബറിലേക്ക് എത്തുന്ന, നമ്മൾ മരിച്ചാലും നമുക്ക് പ്രതിഫലം ലഭിക്കുന്ന അമലുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു. നമുക്കത് 7 കാര്യങ്ങൾ പ്രവാചകൻ എണ്ണിയത് കാണാൻ സാധിക്കും. 3 കാര്യങ്ങൾ പ്രവാചകൻ എണ്ണിയതായി കാണാൻ കഴിയും. അതിൽ ഒന്ന് പ്രവാചകൻ പറഞ്ഞത് എന്താണ്? ഇൽമുൻ നാഫിഅ്, ഉപകാരപ്രദമായ ഇൽമു എന്നാണ്. ജീവിതത്തിൽ ഇൽമു പറയാനും പഠിപ്പിക്കാനും അവസരം കിട്ടിയോ നിങ്ങൾ ഉപയോഗിച്ചു കൊള്ളുക. കാരണം അതിങ്ങനെ തുടർന്നിങ്ങനെ പോകും. തലമുറകൾ കൈമാറി പോകും. ഒരാൾക്ക് ഒരു അലിഫ് എന്നൊരു അക്ഷരം പഠിപ്പിച്ചു കൊടുത്താൽ, ഒരു ഹർഫ് ഖുർആനിൽ നിന്ന് പഠിപ്പിച്ചു കൊടുത്താൽ അവനിൽ നിന്ന് കേട്ട് പഠിച്ചു തലമുറകൾ കൈമാറി അതങ്ങോട്ട് പോകും. നമ്മൾ പോലും അറിയില്ല എത്ര അങ്ങോട്ട് പോകും എന്നുള്ളത്. അതാണ് ഇൽമുൻ യന്തഫഉ ബിഹി. മറ്റൊന്ന്, അവൻ ജീവിതത്തിൽ ചെയ്ത ജാരിയായ സ്വതക്കകൾ നമ്മൾ ഓർത്തു വെക്കണം. നമുക്ക് നമ്മുടേതായ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവണം. നമ്മുടേതായ ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് വെച്ചാൽ ഞാൻ മരിച്ചാലും എനിക്ക് പ്രതിഫലം എത്തുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ്. ചില ആളുകൾ പറയാറില്ലേ, നല്ല ആയ കാലത്ത് എന്തെങ്കിലും ഒന്ന് സമ്പാദിച്ചു വെച്ചാലേ പെൻഷൻ കാലത്ത് എനിക്ക് ജീവിക്കാൻ പറ്റൂ. ദുനിയാവിനെ കുറിച്ച് നമുക്ക് ബോധമുണ്ട്. 60 കഴിഞ്ഞാൽ എനിക്ക് ഒരുപക്ഷെ എഴുന്നേറ്റ് നടക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല.
അതുകൊണ്ട് ആ സമയത്തേക്ക് വേണ്ട എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റ് ഈ സന്ദർഭത്തിൽ അഥവാ ഈ ആരോഗ്യമുള്ള സമയത്ത് ചെയ്തു വെക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് പല ആളുകളും അധ്വാനിക്കാറില്ലേ? അല്ലെങ്കിൽ ആ രൂപത്തിൽ എന്തെങ്കിലും ഒന്ന് മാറ്റിവെക്കാറില്ലേ? എന്നാൽ നമ്മൾ കണ്ണടഞ്ഞതിനു ശേഷം ആരുമില്ലാതാകുന്ന നേരത്ത് ഒറ്റക്ക് ആ പള്ളിക്കാട്ടിൽ അല്ലെങ്കിൽ ആ മഖബറയിൽ 6 അടി മണ്ണിന് കീഴെ കിടക്കുന്ന നേരത്ത് ആ ഖബറിലേക്കൊരു വരുമാനം, ഖബറിലേക്ക് എത്തുന്നൊരു വരുമാനം, അത് നമ്മുടെ ജീവിതത്തിൽ സഹോദരങ്ങളെ ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ അത് വൻ പരാജയമാണ്. വഖഫൊക്കെ പ്രസക്തമാകുന്ന അവിടെയാണ്. ജാരിയായ എന്റെ ഖബറിലേക്ക് ഒഴുകുന്ന ഒരു വരുമാനം. ആ വരുമാനം റസൂല് പറഞ്ഞത് എന്ത്? സദഖത്തുൻ ജാരിയ, ജാരിയായ സദഖ. അതൊരു കിണർ കുത്തി കൊടുത്താൽ മതി, അതും സദഖയാണ്. ഒരു നദി, ഒരു പുഴ, അല്ലെങ്കിൽ ഒരു വെള്ളച്ചാട്ടം, ഒരു വെള്ളമൊഴുകി വരുന്ന ഒരു ചാല് നിർമ്മിച്ചു കൊടുത്താൽ, അല്ലെങ്കിൽ ഒരു പള്ളി നിർമ്മിച്ചു കൊടുത്താൽ, അതല്ലെങ്കിൽ സ്വാലിഹായ ഒരു മകനെ വളർത്തിയിട്ട് പോവുക, സ്വാലിഹായ ഒരു സന്താനത്തിന് അവസരമൊരുക്കിയിട്ട് പോവുക. ആ മക്കൾക്ക് മക്കളുണ്ടാവും, സ്വാലിഹായ മക്കൾ, തലമുറകൾ, അവരുടെ ദുആ ഒരിക്കലും മുറിയാത്ത അമലാണ്. അല്ലെങ്കിൽ ഒരു ചെടി നടുക, ഒരു തെങ്ങ് വെച്ചിട്ട് പോവുക, ഒരു മാവ് വെച്ചിട്ട് പോവുക. നമ്മൾ മരിച്ചാലും മാവോട് ഉണ്ടാവും, അതിൽ മാങ്ങ ഉണ്ടാവും, പക്ഷികൾ വന്നത് തിന്നുകൊണ്ട് പോവും. സ്വതക്കയുടെ പ്രതിഫലമാണ്. ഈ മാവ് വെച്ച ആൾ മരിച്ചു പോയിട്ടുണ്ടാവും, അദ്ദേഹത്തിന്റെ ഖബറിൽ അദ്ദേഹത്തിന്റെ പ്രതിഫലം അല്ലാഹു രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് എന്താണോ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമ്മുടെ ഭാവിക്ക് വേണ്ടി ചെയ്യേണ്ടത് ഒന്ന് ആലോചിക്കുക. എപ്പോഴും ഒരു സെക്കൻഡ് കൊണ്ട് ഈ ലോകത്തോട് വിട പറയാൻ കഴിയുന്ന ആളുകളാണ് നമ്മളെ കുറിച്ച് മറ്റുള്ളവർ പറയുക അതൊരു സൈലന്റ് അറ്റാക്ക് ആയിരുന്നു. ഒന്നുമില്ല, ഒന്ന് ഉറങ്ങിയതാണ്, പിന്നെ എഴുന്നേറ്റിട്ടില്ല. ഉറക്കിൽ സൈലന്റ് അറ്റാക്ക്. ഒറ്റ വാക്കിൽ നമ്മളെ കുറിച്ചുള്ള കഥ എഴുത്ത് അവസാനിക്കുകയായി, നമ്മുടെ കഥ കഴിയുകയായി. അതെപ്പോഴും സംഭവിക്കാം. ഈ നിൽക്കുന്ന നിൽപ്പിൽ, ഇരിക്കുന്ന ഇരിപ്പിൽ, കിടന്നുറങ്ങുന്ന നേരത്ത് എപ്പോഴും ഈ ലോകത്ത് തിരിച്ചു വിളിക്കപ്പെടാവുന്നവരാ നമ്മൾ. ആ ഒരു ബോധം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ. ജീവിതത്തിൽ ആ നന്മകൾ പുറത്തു പോകാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രത്യേകം ഉണർത്തുന്നു. അതോടൊപ്പം സൂചിപ്പിക്കാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ ഈ ക്യാമ്പസുമായി ബന്ധപ്പെട്ട് ഇൻഷാ അള്ളാഹ് ഈ വരുന്ന തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് ഒരു വലിയ പദ്ധതിക്ക് ഈ സ്ഥാപനം തുടക്കം കുറിക്കുകയാണ്. നമ്മുടെ ഇവിടെ പ്രവർത്തിക്കുന്ന കരുണാഭവൻ എന്ന 65ഓളം വരുന്ന മക്കൾ ഭിന്നശേഷിക്കാരാണ്. അവർ നമ്മുടെ മക്കളെ പോലെ ഓടാനോ, നമ്മുടെ മക്കളെ പോലെ ചാടാനോ, നമ്മുടെ മക്കളെ പോലെ ചിന്തിക്കാനോ, നമ്മുടെ മക്കൾ ആലോചിക്കുമ്പോൾ ഓടി ടോയ്ലറ്റിലേക്ക് പോകുന്നത് പോലെ ഓടി ടോയ്ലറ്റിലേക്ക് പോകാനോ ഒന്നും കഴിയാത്ത നമുക്കിടയിൽ ജീവിക്കുന്ന മനുഷ്യരുണ്ട്, മക്കളുണ്ട്. അവരെ പരിഗണിച്ച് അവർക്ക് അനുയോജ്യമായൊരു ക്യാമ്പസ്, അവർക്കൊരു ക്യാമ്പസ് ഇപ്പോൾ ഇതിനകത്തുണ്ട്. അത് അവർക്ക് അവരുടേതായ സുഗമമായ നടത്തിപ്പിന് പര്യാപ്തമല്ല. അവർക്ക് ഇണങ്ങുന്ന, നടക്കാൻ കഴിയാത്തവർക്ക് കയറിപ്പോകാൻ കഴിയുന്ന, അതുപോലെ അവർക്ക് വിസർജിക്കേണ്ടി വന്നാൽ വിസർജിച്ചാലും ഒരു തരത്തിലുള്ള ദുർഗന്ധവും നിലനിൽക്കാത്ത രൂപത്തിൽ അവർക്ക് ഫ്രണ്ട്ലി ആയ ഒരു ക്യാമ്പസ് ഇൻഷാ അല്ലാഹ് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തിങ്കളാഴ്ച ഈ ക്യാമ്പസിൽ തുടക്കം കുറിക്കുകയാണ്. സ്വാലിഹീങ്ങളായ മനുഷ്യരിവിടെയുണ്ട്. നിങ്ങൾ ഈ വെള്ളിയാഴ്ചയിൽ ഈ നേരത്ത് നടത്തുന്ന ദുആയിൽ അതിന്റെ വിജയത്തിന് വേണ്ട പ്രാർത്ഥന ഉണ്ടാകണം. 6 മാസം കൊണ്ട് ആ പദ്ധതി പൂർത്തീകരിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഈ വെള്ളിയാഴ്ച ജുമാ നിസ്കാരം കഴിഞ്ഞാൽ നിങ്ങൾ റബ്ബുൽ ആലമീനായ അല്ലാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യണം. അല്ലാഹുവേ, അത് ഏറ്റവും നല്ല രൂപത്തിൽ പൂർത്തീകരിക്കാൻ തൗഫീക്ക് നൽകണേ എന്നും. അതോടൊപ്പം തന്നെ അതിനുവേണ്ടി സഹായിക്കുന്ന മനുഷ്യർ, അതിനുവേണ്ടി സമ്പത്തും സമയവും ചെലവഴിക്കുന്ന മനുഷ്യർ, അവരുടെ കുടുംബാദികൾ, അവരുടെ മക്കൾ, അവർക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. അതിനുവേണ്ടി ഇറങ്ങുന്ന മനുഷ്യർ ഒരുപക്ഷേ ആ പണി പൂർത്തിയാകുന്നതിന് മുമ്പ് ചിലപ്പോൾ മരണപ്പെട്ടെന്ന് വരാം, ചിലപ്പോൾ പണി പൂർത്തിയായതിനു ശേഷം മരണപ്പെട്ടു എന്ന് വരാം. അതൊരു ജാരിയായ സ്വതക്കയായി ആ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു അമലായി സ്വീകരിക്കാൻ നിങ്ങൾ ആത്മാർത്ഥമായി ദുആ ചെയ്യണം. കഴിയുന്നവർ അതിനോട് ചേർന്ന് നിൽക്കണം ഇൻഷാ അല്ലാഹ്. തിങ്കളാഴ്ച നിങ്ങളാൽ കഴിയുന്ന എല്ലാ മനുഷ്യരും അതിന്റെ തുടക്കം കുറിക്കാൻ ഒരു പിടി മണ്ണിട്ടിട്ട് നമ്മുടേതായ ഒരു സേവനം, ഒരു പിടി മണ്ണ് അതിലേക്ക് ഇട്ടിട്ട് എന്റെ ഒരു കൈ അതിനുണ്ട് എന്ന രൂപത്തിലെങ്കിലും നമ്മുടേതായ ഒരു അടയാളപ്പെടുത്തൽ ഉണ്ടാകാൻ തീർച്ചയായും നിങ്ങൾ എല്ലാവരും അവിടെ എത്തിച്ചേരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ നന്മകളും സ്വീകരിക്കുമാറാകട്ടെ. റബ്ബേ, ഒന്നുമില്ലാതെ ലോകത്ത് ഇത്രയും കാലവും ജീവിച്ചവരാണ് അല്ലാഹുവേ. സാധുക്കളായ ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങുമ്പോൾ പൂർണ്ണമായ മനസ്സോടെ ഞങ്ങൾ നീ സ്വീകരിക്കണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങൾ നീ കബൂലാക്കണേ അല്ലാഹ്.
ഞങ്ങളുടെ അമലുകൾ നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, നിന്റെ മാർഗത്തിൽ യാതൊന്നും ചെയ്യാത്തവരാണ് അല്ലാ ഞങ്ങൾ. റബ്ബേ, ഒന്നുമില്ലാത്തവരായി നിന്നെ കണ്ടുമുട്ടുന്ന സാഹചര്യം ഞങ്ങൾക്ക് നീ ഉണ്ടാക്കല്ലേ അല്ലാ. അല്ലാഹുവേ, കടം ചോദിച്ചിട്ട് കടം തരാനൊന്നുമില്ലാത്തവരാണ് അല്ലാ ഞങ്ങൾ. അല്ലാഹുവേ, ഞങ്ങളെ നീ തട്ടിക്കളയല്ലേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ദീനിലും ഞങ്ങളുടെ നഫ്സിലും അല്ലാഹുവേ, ഞങ്ങളുടെ സമ്പത്തിലും അല്ലാഹുവേ, ഞങ്ങളുടെ സന്താനങ്ങളിലും അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബങ്ങളിലും അല്ലാഹുവേ, ഞങ്ങളുടെ ഇടപാടുകളിലും അല്ലാഹുവേ, ഞങ്ങളുടെ ശ്വാസങ്ങളിലും നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. അല്ലാഹുവേ, നിന്റെ റഹ്മത്ത് തരണേ അല്ലാ. അല്ലാഹുവേ, നിന്റെ റഹ്മത്ത് തരണേ അല്ലാ. അല്ലാഹുവേ, നിന്റെ പ്രത്യേകമായ ഫضل തരണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ നീ ഖബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ പാപങ്ങൾ മുഴുവനും കഴുകിക്കളയണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ അഫ്വു നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ മാതാപിതാക്കളെ, ബന്ധുജനങ്ങളെ, ഇണകളെ, അല്ലാഹുവേ, ഞങ്ങളുടെ അയൽവാസികളെ, ഞങ്ങളോടൊപ്പം കൂടിയവരെ, അല്ലാഹുവേ, ഒരു സലാം കൊണ്ടെങ്കിലും ഞങ്ങൾ പരിചയപ്പെടുന്ന വ്യക്തിത്വങ്ങളെ നീ ഖബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ, നിന്റെ ജന്നാത്തുൽ ഫിർദൗസ് ചോദിക്കാൻ അർഹരല്ലെങ്കിലും അല്ലാഹുവേ, നിന്റെ ഫضل കൊണ്ട് ഞങ്ങൾക്ക് നീ അത് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുജനങ്ങൾ, അയൽവാസികൾ, ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവർ, അല്ലാഹുവേ, അവരുടെ ഖബറിടം നീ വിശാലമാക്കണേ അല്ലാ. അവരെയും ഞങ്ങളെയും നീ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അല്ലാ. കടങ്ങളിൽ നിന്ന്, ദുരിതങ്ങളിൽ നിന്ന്, കഷ്ടതകളിൽ നിന്ന്, മാറാരോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടുകുടുംബാദികളെ നീ കാത്തുരക്ഷിക്കണേ അല്ലാ. അല്ലാഹുമ്മ ഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب دعوات وقاضي الحاجات. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا وأجر والدينا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا ظلا للذين آمنوا ربنا إنك رؤوف رحيم.